അപ്പൊ ദേ വീണ്ടും പറ്റിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളൊന്നും പറ്റിക്കില്ല, ഞങ്ങളാരും കാണാറൊന്നുമില്ല അവരുടെ ചാനലിൽ നിന്ന്. പക്ഷെ അങ്ങനെ പറയരുത് കേട്ടോ. നിങ്ങൾ ചിലരൊക്കെ കാണാതിരിക്കുന്ന കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ട്. ആരെ പറ്റിയാ പറയുന്നത് ചോദിച്ചാൽ മല്ലു ഫാമിലി, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഫാമിലി വ്ളോഗാന്ന് പറയും. ഏതായാലും അന്നത്തെ കാലത്ത് സ്റ്റാർട്ടിങ് സമയത്ത് ഇവര് ജനങ്ങളുടെ വീക്ക് പോയിന്റ് കയറി പിടിച്ചാണ് അവര് വൈറലായത്. അതായത് അമ്മയുണ്ട്, വാടക വീടാണ്, 2 പിള്ളേര്, ഒരു ആങ്ങളെയും ഒരു പെങ്ങളും. അച്ഛനാണ് ക്യാൻസർ രോഗിയായ അമ്മ ഇട്ടിട്ട് പോയി ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് സിനിമയിലെ പോലെ ഓരോരോ ഭാഗങ്ങളായിട്ട് സിനിമയെ ചേർക്കണം, എന്നാലേ സിനിമ വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു പ്രണയം, ഒരു ഒളിച്ചോട്ടം, അങ്ങനെയൊക്കെ ആയിട്ട് എങ്ങനെ നോക്കിയാലും എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട് എല്ലാവരും അങ്ങ് സ്നേഹിച്ച് അങ്ങനെ അങ്ങ് യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നീടാണ് അവർക്ക് ഈ യൂട്യൂബിനുള്ളിലെ സംഭവങ്ങളൊക്കെ പിടികിട്ടി. അപ്പൊ തൊട്ട് ഇവരെ ആത്മാർത്ഥമായിട്ട് സീരിയലൊക്കെ കളഞ്ഞ് അതൊക്കെ പോ എന്ന് പറഞ്ഞ് സീരിയലൊക്കെ ഇട്ടിട്ട് ഇവരുടെ ചാനലിന് അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന കുറെ അധികം ആൾക്കാരുണ്ട്. അവരെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർക്ക് ബുദ്ധി ഉദിച്ചു. ഈ റീച്ച് ആവണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവർ ഗവേഷണം നടത്തി കണ്ടെത്തി. ടോട്ടലി പറഞ്ഞ അന്നോട്ട് അവരുടെ സ്വന്തം ഫാമിലിയിൽപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ പറ്റിച്ചോണ്ടേയിരുന്നു, സ്ഥിരമായിട്ട് പറ്റിച്ചോണ്ടിരിക്കും. പ്രൊമോഷൻ വഴി അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊണ്ട് ജനങ്ങളുടെ കാശ് കളയുന്ന രീതിയിലുള്ള ഓരോ ആപ്പ് പരിചയപ്പെടുത്തി ഞാൻ പണം നേടിയത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അത് ആ വഴിക്ക് അങ്ങനെ പറ്റിക്കും. ശരിക്കങ്ങ് പറ്റിക്കും ജനങ്ങളെ. പിന്നെയും ബാക്കി ജന്മം ഇവരുടെ കിടക്കുക പറ്റിക്കപ്പെടാൻ വേണ്ടി. ഇപ്പൊ അവര് ആദ്യമേ കഴിഞ്ഞ ഇന്ന് വന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെ ഫാമിലിയെ നോക്കുന്നവർക്കറിയാം അവർ ഈയിടെ ഭാര്യയും ഭർത്താവും ഡിവോഴ്സിന്റെ വക്കിലെത്തി. ഇനി ഒന്നും പറയാനില്ല, ഇനി നിങ്ങൾ ആരും എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്കിതേപ്പറ്റി സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. താല്പര്യമില്ല, അതാണ് പറയുന്നത്. പൊന്നൂസിന്റെ വഴി, എനിക്ക് എന്റെ വഴി എന്നുള്ള രീതി ഒരു പോസ്റ്റ് ഇടുകയില്ല. ഞാൻ ഇതേപ്പറ്റി സംസാരിക്കാൻ താല്പര്യമേ ഇല്ല. പിന്നെ കമന്റ് ബോക്സ് ഓഫ് ആക്കി വെക്കും. അങ്ങനെ പറഞ്ഞേച്ച് ഒരു കഴിഞ്ഞ കുറച്ച് നാൾ മുന്നേ ആ ഒരു ഡയലോഗ് ഒക്കെ അടിച്ചേച്ച് അങ്ങ് പോയി. ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിന്റെ പദ്ധതി നിത സതീശ് എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വല്ല സംഗതി നേടിയെടുക്കേണ്ട ആവശ്യങ്ങളും എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഇതൊക്കെ കേട്ട് ചങ്ക് പൊട്ടിപ്പോയി കുറെ ആൾക്കാർ അവിടെയുണ്ട്. എന്താ കാര്യം എന്നറിയോ? ഇവര് ഭാര്യയും ഭർത്താവും അങ്ങോട്ട് ഉപേക്ഷിച്ച 2 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ കാര്യം ആലോചിക്കും. പിന്നെ കിടന്ന ഉറക്കം വരില്ല. സുജിനെ ഞാൻ വായിച്ചിട്ടുള്ള കമന്റ് വായിക്കുന്നത്, ഇത് ഞാൻ പണ്ടേ പറയാറുണ്ട്. സുജിനെ, നീ അച്ഛനില്ലാതെ വളർന്നാണ്, നീ അതാലോചിക്കണം. നീ ആ കുട്ടികളെ നിന്നെ പോലെ ആക്കരുത്. നീ വിട്ടുവീഴ്ച ചെയ്യണം. സുജിനെ, നീ മക്കളെ കുറിച്ച് ആലോചിക്കുക. ഇത് പറഞ്ഞിട്ട് പിന്നെ ഇവര് തമ്മിൽ പിന്നെ പൊന്നൂസും സുജിനും ഒന്നായില്ലെങ്കിൽ കിടന്ന ഉറക്കം വരാത്ത ആൾക്കാരുണ്ട്. ഇവരാണെങ്കിലോ ഇവരെ സ്നേഹിക്കുന്നവരെ പറ്റിച്ച് അതേ ഇവർക്ക് പറ്റുള്ളൂ. ഇവരെ സ്നേഹിക്കുന്നവരെ, അല്ലാതെ എല്ലാവരും ഒന്നും അവരുടെ ചാനൽ കാണാറില്ല. അവരെ സ്നേഹിക്കുന്നവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. റീച്ചിന് വേണ്ടി കാറ് മേടിക്കാനും അതിനും ഇതിനും വേണ്ടി റീച്ച് ഇല്ല വരുമ്പോൾ ഇവർ ഓരോ നാടകങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഈ പാവങ്ങൾ ഇത് വിശ്വസിച്ച് കരഞ്ഞു പോവിയിരിക്കും. ഇതേ ഇപ്പൊ പുതിയ പോസ്റ്റ് എത്തിയിട്ടുണ്ട്, അതുകൂടെ കേൾക്കാം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂർ അമ്പലത്തിലാണ് ഞാൻ ഇന്ന്. ഞാൻ കുറേ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റാക്കാൻ വേണ്ടി പോകുന്നു. ഫുള്ളായിട്ടുള്ള കുറേ സത്യം പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് പോസ്റ്റാക്കിയിട്ട് ഫുള്ളായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു വ്ളോഗ് പോസ്റ്റാക്കിയിട്ട് അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് പോസ്റ്റാക്കാൻ വേണ്ടി പോകുകയാണ്. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 7 മണിക്ക് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തെ 7 മണിക്ക് ഞാൻ പോസ്റ്റാക്കാം. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു 9:30 ഉള്ളിൽ 10 മണിയാകുമ്പോഴേക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റാക്കും. ഓക്കെ, ഒരു നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പോസ്റ്റായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഓക്കെ ഗൈസ്, എങ്ങനെ ജനങ്ങളെ പറ്റിക്കണമെന്ന് വളരെ കാര്യമായിട്ട് അറിയാം. അപ്പൊ ഇവരെ ഇഷ്ടപ്പെടുന്നവർ ആ പോസ്റ്റിനകത്ത് പറയുന്ന വാചകങ്ങൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാണാൻ ആഗ്രഹിച്ച ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. ഒന്നുമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കല്യാണം, അതായത് ഡിവോഴ്സിന്റെ വക്കിലെത്തി. ഇനി എനിക്കത് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞേച്ച് പോയവര് ഡിവോഴ്സിന്റെ വക്കിലെത്തി
കുറേ ആൾക്കാർ അയ്യോ ഡിവോഴ്സ് ആവരുതേ ഗുരുവായൂരപ്പ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് അവർക്കൊരു സന്തോഷ വാർത്ത, ഒരു പാൽപ്പായസം കിട്ടിയ സന്തോഷത്തിൽ അവർക്ക് കാണാൻ വേണ്ടി ദേ ഇവര് കല്യാണം കഴിക്കുന്നു. ഇതിപ്പം രണ്ടാമത് കിട്ടുന്ന ചില സെലിബ്രിറ്റീസ് മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ പോയി ചെയ്യാറുണ്ട്. ഒരിക്കൽ സുരേഷ് ഗോപി ചെയ്ത അപ്പൊ ഇത് ചിലരൊക്കെ നടത്താറുണ്ട് ഇങ്ങനെ രണ്ടാമത് കല്യാണം. വേണമെങ്കിൽ പറയാൻ ജ്യോത്സ്യന്മാര് ദോഷം മാറാൻ വേണ്ടി പറഞ്ഞാൽ ഒന്നുമല്ല, അവര് ഡിവോഴ്സ് നാടകം കളിച്ചു. ഈ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇടുന്ന വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്, നല്ല കാശ് കിട്ടും, അതേ ഉദ്ദേശമുള്ളൂ, വേറെ ഉദ്ദേശമൊന്നുമില്ല. അത് പ്രത്യക്ഷത്തിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. യൂട്യൂബർമാരാകുമ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാവും. ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാക്കിയിടുമ്പോൾ കാണാൻ വേണ്ടി ആൾക്കാരുണ്ടായിരിക്കും. ആ കാണുമ്പോഴും ആ വാച്ചവറും ഒക്കെ കിട്ടി നല്ല പൈസ കിട്ടും. അതിനു വേണ്ടിയാണ് ലക്ഷങ്ങൾ കിട്ടും, കാറൊക്കെ വാങ്ങിച്ചു കൂട്ടാം. അതാണ് അങ്ങനെ ഡിവോഴ്സ് നാടകം കളിച്ചു കഴിഞ്ഞു. പിന്നെ അതിനൊരു എൻഡ് വേണ്ടേ? അല്ലെ ഇനി എങ്ങനെ വരും? എന്നും വൈഫിന്റെ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഒരു എൻഡിന് വേണ്ടി കളിച്ച ഒരു നാടകമാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി രണ്ടാമത് കിട്ടുക. അല്ലാതെ ഒരു ജ്യോത്സ്യന്മാര് പറഞ്ഞിട്ടോ അല്ലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല, വെറുതെ പച്ചയ്ക്ക് പറ്റിക്കുക. ഇതാണ് പറ്റിക്കുക എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറ്റിക്കുക. ഇവര് ഇനിയും ഇതേപോലുള്ള നാടകങ്ങൾ ചെയ്യും. ഇതേപോലെ പറ്റിക്കപ്പെടാൻ അവരുടെ ചാനലിന്റെ കീഴിൽ പോയി നോക്കി നിൽക്കാനും ആൾക്കാരുണ്ടാവും. എത്ര പറ്റിച്ചാലും മനസ്സിലാവാതെ അവരിൽ അഡിക്റ്റായി അവരെ സ്നേഹിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇയാൾ ഒരു നല്ലൊരു എന്താ പറയാ കച്ചവടം നടത്താൻ അറിയണ ബിസിനസ്, കച്ചവടത്തിന് കള്ളത്തരം അറിയണമെന്നൊരു ഇതുണ്ട്. നല്ല കവടം നല്ല ബിസിനസ്സുകാരനാണ് സത്യം പറഞ്ഞാൽ സുജിന്. അല്ലാതെ മറ്റേ ദൃശ്യം സിനിമയിൽ പറയുന്ന മോഹൻലാലിന്റെ ജോർജ് കുട്ടിക്ക് 4ാം ക്ലാസ് ഉണ്ടെങ്കിലും അങ്ങനെ കുറച്ച് കാണരുതെന്ന് പറയുന്ന മാതിരി ഈ സുജിനെ നിങ്ങളാരും അങ്ങനെ കൊച്ചാക്കി കാണണ്ട. അത്യാവശ്യം നല്ല ബ്രെയിൻ ഉണ്ട്, നല്ലതായിട്ട് കയറി വരും. കാരണം അങ്ങനെയാണ്. എന്ത് ആരെ പറ്റിക്കാനാണേലും എങ്ങനെ വേണം, ഒരു ഗെയിം കളിക്കുന്ന പോലെ എങ്ങനെ കളിക്കണം എന്നുള്ളത് അറിഞ്ഞ് കളിക്കളത്തിൽ ഇറങ്ങിയതാണ്. ചുമ്മാ അതല്ല വീഡിയോ വൈറലായത്. പണ്ട് അവരുടെ ആ വീക്ക് പോയിന്റുകൾ ജനങ്ങളെ എന്താന്ന് അനുസരിച്ച് അവർക്ക് പെരുമാറാനും സംസാരിക്കാനും അറിയും. വേണ്ട ചേരുവകളൊക്കെ അവർ കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ട് ചേർത്ത് വെക്കും. അതാണ് അതിന്റെ പോയിന്റ്. അല്ല ചുമ്മാ യൂട്യൂബ് ചാനൽ നടത്തിയിട്ട് കാര്യമില്ല. അല്ലെ തന്നെ ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഗർഭമായിട്ട് കൊണ്ടുവരും, അല്ലേ ഡിവോഴ്സ് ആയിട്ട് കൊണ്ടുവരും. ഇത് രണ്ടും കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് നല്ല ഒരു അടി നടക്കുന്നതായിട്ട് പ്രണവ് പ്രവീണിന് വന്ന് എന്തായിരുന്നു അവർക്ക് ഫോർച്യൂണർ മേടിക്കാനുള്ള കാശുണ്ടാക്കി കൊടുത്തു ജനങ്ങൾ. അത് ജനങ്ങളുടെ കയ്യിലെ കുഴപ്പം. മറ്റുള്ള ഫാമിലിയിൽ എന്താണ് നടക്കുന്നത് അറിയാനുള്ള ഒരു ആകാംക്ഷ, അതാണ് അവർ യൂസ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ ആകാംക്ഷ വെച്ചുകൊണ്ട് ഇനിയും വിഡ്ഢിവേഷം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ജീവിതം ബാക്കി എന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ യൂട്യൂബേഴ്സ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് പ്രൊമോഷൻ അവരിങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞങ്ങൾ അവരുടെ വീഡിയോ ചെയ്യാറുള്ളൂ. അല്ല ഞങ്ങൾ കാണാറുമില്ല, ഒന്നുമില്ല. ഇവർ ഈ ചെയ്യുന്നതെല്ലാം ജനങ്ങളെ പറ്റിക്കുന്നതാണെന്നറിയാം. പക്ഷെ ഇപ്പൊ ഈ പറയാൻ ഉദ്ദേശിച്ച പാവങ്ങളായ ആൾക്കാരെ വീണ്ടും 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 പോയി ഇങ്ങനെ അഡിക്റ്റ് ആയിട്ട് കിടന്ന് ഇവർ ഈ പറയുന്ന അവർ ഡിവോഴ്സ് ആയി എന്നൊന്നും അവരൊരു ഡിവോഴ്സും ആകാൻ ഇനിയും പോകുന്നില്ല. പക്ഷെ ഇനിയും പണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർ കുടുംബ കോടതി വരെയും കാണിച്ച് നാടകം കളിച്ചു. അതേ നാടകം അവർ രണ്ടാമത് ആവർത്തിച്ചിട്ടും എല്ലാവരും വിശ്വസിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ദുഃഖം. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.